അപ്പോൾ അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നാൾക്കുനാൾ ചൂടേറി വരികയാണ്. UDF ക്യാമ്പിന് ആവേശം പകർന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം കേരളത്തിലെത്തുകയാണ്. കൊല്ലത്ത് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷവും സർവമത സമ്മേളനവും രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രാ സമാപനത്തിൽ നാളെ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ഇടുക്കി കുട്ടിക്കാനത്ത് കോളേജ് വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി സംവദിക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ കൊല്ലം ആശ്രാമ മൈതാനത്ത് ചെയ്യുന്നു. ഷഫീദ്, രാഹുൽ ഗാന്ധി എപ്പോഴത്തേക്ക് വിമാനമിറങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്? അവിടുത്തെ പരിപാടികൾ എങ്ങനെയാണ്? രാഹുലിന്റെ മറ്റു രാഷ്ട്രീയ പരിപാടികൾ എന്തൊക്കെ ഷഫീദ്? അഷ്മി, രാവിലെ 10:55 കൊല്ലം ആശ്രാമ മൈതാനത്ത് രാഹുൽ ഗാന്ധി ഹെലികോപ്റ്റർ ഇറങ്ങും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കാര്യം. 10:20 വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തുന്നത്. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനവും അദ്ദേഹത്തിന്റെ പരിപാടികളുമായി നമുക്കിതിനെ കാണാൻ സാധിക്കും. കാരണം പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ തിരുവനന്തപുരത്ത് ഒരിക്കൽ വന്നു. ഇനി 11-ാം തീയതി കൊച്ചിയിൽ വരാനിരിക്കുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പരിപാടികൾക്കായി രാഹുൽ ഗാന്ധി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലം ആശ്രാമ മൈതാനത്ത് നടക്കുന്നത് ഗുരു ഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷ പരിപാടികളാണ്. അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുക. അതിൽ കൃത്യം ഏതാണ്ട് 10:55 തന്നെ രാഹുൽ ഗാന്ധി എത്തും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സംഘാടകർ അടക്കം അറിയിച്ചിരിക്കുന്ന കാര്യം. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഈ സർവ്വമത സമ്മേളനത്തിലടക്കം പങ്കെടുക്കും. അദ്ദേഹം സർവ്വമത സമ്മേളനം രാഹുൽ ഗാന്ധി ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. വിവിധ മതമേലധ്യക്ഷന്മാർ, ശിവഗിരി മഠത്തിൽ നിന്നുള്ള സ്വാമിമാർ, പ്രമുഖ നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യം സമ്മേളനത്തിൽ ഉണ്ടാകും. ഏതാണ്ട് 25,000-ഓളം ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി അറിയിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഈ ഒരു കൊല്ലത്തേക്കുള്ള ഈ സന്ദർശനം അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഒരു മുന്നോടി കൂടിയായിട്ടുള്ള പൊതുസമ്മേളനമായി മാറുകയും ചെയ്യും. കാരണം കൊല്ലത്തും തിരുവനന്തപുരത്തും കോൺഗ്രസിലെ സീറ്റ് തർക്കം സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം വലിയ ഊർജ്ജം പകരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനുശേഷം, അതായത് ഇന്ന് 12:20 ഈ പരിപാടി, ഇവിടുത്തെ പബ്ലിക് ഗ്യാതറിംഗ് അത് അവസാനിപ്പിച്ച ശേഷം കുട്ടിക്കാനം മരീൻ കോളേജിലേക്കായിരിക്കും രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ പോവുക. അവിടെ അതിനുശേഷം നാളെയും പ്രധാനപ്പെട്ട പരിപാടികൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അത് ശിവഗിരി മഠം സന്ദർശനമാണ് നാളെ രാവിലെ ആദ്യം. അതിനുശേഷം 11 മണിയോടുകൂടി അദ്ദേഹം ഈ ടെക്നോ പാർക്കിലെ IT ഫ്രറ്റേണിറ്റിയുമായി ഒരു സംവാദ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ശേഷമാണ് പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര സമാപന പരിപാടി. അത് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ്. അവിടെ രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും രാഷ്ട്രീയ പ്രസംഗം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിൽ വലിയ കീറാമുട്ടിയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അവരുടെ കരുത്തുറ്റ മുഖം അത് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഈ 2 ജില്ലകളിലേക്ക് എത്തുന്നു, സന്ദർശനം നടത്തുന്നു, പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവിന്റെ പുതിയ യാത്ര സമാപന പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിമാർക്കായി കൂടി നമുക്ക് കരുതാം. അഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.